സജു ദേവസ്യ അങ്ങനെ 11,077 വോട്ടുകൾക്ക് ബാപ്പുട്ടി നിലമ്പൂർ നിയമസഭയിലേക്ക് അയക്കുകയാണ്. വലിയ വിഷയങ്ങൾ പ്രചരണത്തിനുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് 3 തവണ പ്രചരണം നടത്തി. ഭരണവിരുദ്ധ വികാരമെന്നാണോ UDFന്റെ കണക്കുകൂട്ടൽ? അതിനെ CPM പ്രതിരോധിക്കുന്നതിന് എങ്ങനെ? ഡോക്ടർ അരുൺകുമാർ, നിലമ്പൂരിൽ UDFന്റേത് അത്യുജ്വലമായ ആധികാരിക ജയം എന്ന് നിസ്സംശയം തന്നെ പറയാം. തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ലീഡെടുത്തതാണ്. പിന്നീട് അങ്ങോട്ടേക്കുള്ള റൗണ്ടുകളിലെല്ലാം ആധികാരികമായ മുന്നേറ്റം നേടാൻ UDFനായി. ഇടതു ശക്തി കേന്ദ്രങ്ങളിലടക്കം കടന്നു കയറാനായി. ആദ്യ 5 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ തന്നെ ഏറെക്കുറെ വിജയം നേടിയതാണ് UDF. 9 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ തന്നെ അത് കൂടുതൽ ശക്തിപ്പെട്ടു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും വഴിക്കടവിൽ UDF പ്രതീക്ഷിച്ച അത്ര ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടേക്കുള്ള പഞ്ചായത്തുകൾ വലിയ നേട്ടമുണ്ടാക്കാനായി. ഇടതു ശക്തി കേന്ദ്രങ്ങളിൽ കടന്നുകയറി. M സ്വരാജ്, ഇടതു സ്ഥാനാർത്ഥി M സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകലിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി എന്നതാണ്. ഇടതു കേന്ദ്രമായ അമരമ്പലവും UDFലേക്ക് മറിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിൽ LDFനെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്, ആശ്വാസം പകർന്നത് കരുളായി മാത്രമാണ്. നിലമ്പൂർ നഗരസഭയൊക്കെ എണ്ണുമ്പോഴേക്കും ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് 11,077 തൊട്ടു എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFന്റെ ഒരു പ്രധാനപ്പെട്ട വാദം ശ്രദ്ധിക്കണം. UDF വോട്ടുകൾ തന്നെ കണക്ക് കൂട്ടിയാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതാണ്. അതിനുമപ്പുറത്ത് UDF പ്ലസ് PB അൻവർ എന്ന് കണക്ക് കൂട്ടിയാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് മനസ്സിലാക്കണം. UDFന്റെ വോട്ട് കൂടി വന്നാൽ 30,000-ത്തേക്ക് കടക്കും. ആ 30,000 ഭരണവിരുദ്ധ വികാരം എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ.